കേരളത്തിലെ ഖുർആൻ പരിഭാഷകളെ ഉണ്ടായത് അത് ഹറാമാണെന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന സമീപനം ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴെനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിൽ അറിയപ്പെടുന്ന ആദ്യത്തെ മായൻകുട്ടികളെയുടേതാണ്. അത് 5 വള്ളിയോടെ ഉണ്ട്. അന്ന് തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് 2-ാം പതിപ്പിൻ്റെ ഒക്കെ. അപ്പോൾ അതിന് മുമ്പ് അറബി മലയാളത്തിൽ ഇഷ്ടംപോലെ ഖുർആൻ പരിഭാഷകളുണ്ട്, വന്നിട്ടുണ്ട്. ഒരു 36ഓളം എണ്ണം നമ്മുടെ കൈവശം തന്നെ ഉണ്ട്. 77-ലാണ് മദ്രസ അധ്യാപകനായിട്ട് പിരിയുന്നത്. 77 വരെ ഖുർആൻ പരിഭാഷയാണ് പെൺകുട്ടികൾക്ക് സമ്മാനമായി കൊടുക്കുന്നത്. പിന്നീട് അത് 82 കാലഘട്ടത്തിലാകുമ്പോഴാണ് ഇത് ഹറാമായിട്ട് തഹരീമ് തർജുമ എന്ന് പറഞ്ഞിട്ട് ഈ അസമിലെ ഒരു പുസ്തകം വരുന്നത്. ഇപ്പം എനിക്കൊന്ന് മാഹിനമദാനി തങ്ങള് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ എല്ലാവർക്കും അത്ര അറിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒന്ന് ഞാൻ ഹലീമ ബിയുടെ മകളെ കൂടെ വർക്ക് ചെയ്തു, ഒന്നിച്ച് വർക്ക് ചെയ്തു. ഹലീമ ബി മാത്രമേ അദ്ദേഹത്തിൻ്റെതായിട്ട് മാർക്കറ്റിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോഴാണ് ഇ കെ മൗലവി, നമ്മൾ പഴയ പ്രസിദ്ധീകരണങ്ങൾ നോക്കുമ്പോൾ മുഴുവനും ഇ കെ മൗലവിൻ്റെ ലേഖനം, ഇ കെ മൗലവിൻ്റെ ലേഖനം ഇല്ലാത്ത ഒരു പ്രസിദ്ധീകരണവും ഇല്ല. അതുപോലെ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ മലബാർ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഈ സനാഉല്ലാ മക്തി തങ്ങളല്ല, മാഹിനമദാനി തങ്ങൾ പറഞ്ഞ കാര്യത്തെ കേരളത്തിൽ ആദ്യം അദ്ദേഹം മുൻഗണന കൊടുത്തൊരു പൊതുഖജന ഫണ്ട് വേണമെന്നാണ്. കാരണം അവർക്ക് ആർക്കും നമ്മൾ വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല. ഇപ്പം ഇവരൊക്കെ തന്നെ ഷെയ്ൻഷൊക്കെ തന്നെ ഒരു നല്ല നാക്ക് നീളമുള്ള ഒരാൾക്ക് തല ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ ഓനൊരു നാക്ക് 1/2 മണിക്കൂർ ഒരു കുത്ത് പറഞ്ഞാൽ ഓന് 3000-4000 റുപ്യ കൊടുക്കും. അതേ സമയത്ത് നമ്മൾ ഒരാഴ്ച റെഫർ ചെയ്തൊരു മെമ്പർമക്കേറി അല്ല നമ്മളൊരു ലേഖനം എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 500 റുപ്യ അല്ല 750 റുപ്യ. അതൊറ്റ തവണ എഴുതാനും പറ്റുള്ളൂ. അത് ഇതെന്താ ഒരു വാർപ്പിന് ഇങ്ങനെ തൂങ്ങി പിടിച്ചു കൊടുക്കുന്നവന് 1000 റുപ്യ 900 റുപ്യ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു ലേഖനം എഴുതിക്കുകയാണെങ്കിൽ ഇപ്പോഴും നമ്മളെ മുസ്ലിം പ്രസിദ്ധീകരണങ്ങൾ തരുന്നത് 950 റുപ്യ. പിന്നെ എങ്ങനെ ആൾ ഈ രംഗത്തേക്ക് വരാന്നാ ചോദിക്കുന്നത്. വേണ്ടത്ര എന്നല്ല, തീരെ പരിഗണിക്കുന്നില്ല. ഞാനും പറഞ്ഞില്ല, എനിക്കൊരു കേരള മുസ്ലിം സാംസ്കാരിക ചരിത്രം, സാംസ്കാരിക പഠനങ്ങൾ നടന്നത് 5-8 ഭാഗങ്ങളിൽ എൻ്റെ മനസ്സിലുള്ള അതാണ്. അതിനുള്ള എല്ലാ രേഖകളും കയ്യിലുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു മേഖലയാണ് ഇപ്പം വിശുദ്ധ ഖുർആന്റെ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വിശുദ്ധ ഖുർആന്റെ തഫ്സീറുകൾ പഠന, അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കൃതികളുടെ കളക്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ രംഗത്ത് ഖുർആന്റെ പരിഭാഷയും തഫ്സീറുമായി ബന്ധപ്പെട്ട ഞങ്ങളെ കളക്ഷനും അത് നിങ്ങൾ എഴുതിയൊരു പുസ്തകമുണ്ട്, യുവത പ്രസിദ്ധീകരിച്ച ഖുർആൻ പരിഭാഷകൾ വ്യാഖ്യാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് എന്താണ് മാഷയുടെ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ? അത് ഇതാണ്, ഖുർആൻ അപ്പോഴും നമ്മൾ ഖുർആൻ പരിഭാഷകളിലെ ഒരു ചരിത്രം മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ ഓരോ പരിഭാഷയെക്കുറിച്ചുള്ള ഗഹനമായ ഒരു പഠനത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല. അത് പോകേണ്ട ഒരു വിഷയമാണ് ഈ പലപ്പോഴും. കാരണം എന്ന് മുതൽക്കാണ് കേരളത്തിലെ ഖുർആൻ പരിഭാഷകളെ ഉണ്ടായത് അത് ഹറാമാണെന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന സമീപനം ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴെനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിൽ അറിയപ്പെടുന്ന ആദ്യത്തെ മായൻകുട്ടികളെയുടേതാണ്. അത് 5 വള്ളിയോടെ ഉണ്ട്. നമുക്ക് 6 വാള്യം ഇറങ്ങിയതിൽ 5 വാല്യം ഉണ്ട് നമ്മുടെ അടുത്ത്. ഒരു വാള്യത്തിൽ 1400 പേജും ഉണ്ട്. പക്ഷെ അത് അതിൻ്റെ 4-ാം വാള്യം ഇറങ്ങുന്നതിന് മുമ്പ് 1-ാം വാല്യത്തിൻ്റെ 2-ാം പതിപ്പ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം ജനങ്ങൾ അതിനെ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം അത് കെട്ടിത്താത്തിന്നോ അല്ലെങ്കിൽ അത് ചുട്ടരിച്ചെന്നോ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇതൊക്കെ അന്ന് തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് 2-ാം പതിപ്പിൻ്റെ ഒക്കെ. അപ്പോൾ അതിന് മുമ്പ് അറബി മലയാളത്തിൽ ഇഷ്ടംപോലെ ഖുർആൻ പരിഭാഷകളുണ്ട്, വന്നിട്ടുണ്ട്. ഒരു 36ഓളം എണ്ണം നമ്മുടെ കൈവശം തന്നെ ഉണ്ട്. ഒറ്റ സൂറത്തുകളായിട്ട് 2 സൂറത്തുകളായി 5 ജുസുകളുടെ പരിഭാഷയായിട്ടൊക്കെ അറബി മലയാളത്തിൽ വന്ന്. ഇപ്പൊ അടുത്ത് സാർ തന്നെ തെരഞ്ഞെടുത്ത അതെ 26-25 വന്ന. അപ്പം അത് കെ മൗലവി ഇസ്ലാഹി പ്രസ്ഥാനം ചിന്തകനായതുകൊണ്ടാണ് നിൽക്കുക. അതിൻ്റെ മുമ്പ് തന്നെ ഉണ്ട് പിന്നെ ഈ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ, പിന്നെ ഈ കുഞ്ഞിപ്പോക്ക് മുസ്ലിയാർ, അങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള ഷുജായി അവർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിന് ശേഷവും ഇവിടെ സംഘടന നിലവിൽ വന്നതിന് ശേഷം 57 പറവണ്ണ
പിന്നെ അൽക്കഫ് ഈ ഖുർആൻ പരിഭാഷ ചെയ്തു എന്ന് മാത്രമല്ല ഓരോ വാക്കിനും അർത്ഥം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷ. ചിലരങ്ങനെ പറയും വാക്കർത്ഥം കൊടുക്കാൻ പാടില്ല, ഇതാക്കാൻ പാടില്ല എന്ന്. അതും കൊടുത്തു എന്ന് മാത്രമല്ല 57 ഞാൻ മദ്രസയിൽ 77 മദ്രസ അധ്യാപകനായിട്ട് പിരിയുന്നത്. 77 വരെ ഖുർആൻ പരിഭാഷയാണ് പെൺകുട്ടികൾക്ക് സമ്മാനമായി കൊടുക്കുന്നത്. അറബി മലയാളം. ആ അത് നമ്മൾ വെറുതെ പറയുന്നതല്ല. കുട്ടനാട് തന്നെ എഴുതിയിട്ടുണ്ട്. കുട്ടനാടിൻ്റെ ഖുർആൻ പരിഭാഷ ലക്ഷ്യങ്ങളുടെ വെളിച്ചത്തിൽ എന്ന പുസ്തകത്തിൽ അദ്ദേഹം അദ്ദേഹം അതിന് സെക്രട്ടറി കൂടിയാണല്ലോ വിദ്യാഭ്യാസ ബോർഡിൻ്റെ. അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എവിടുന്നത് ഹറാമാന്നുള്ള വാദം വരുന്നു എന്നുള്ളതാണ്. കാരണം 72 പിന്നെ ഈ ജലാലൈനി പരിഭാഷ ടി കെ അബ്ദുള്ള മൗലവി, അദ്ദേഹം വിദ്യാഭ്യാസ ബോർഡിൻ്റെ ചെയർമാനായിരുന്നു, ബയാനെ ബുക്ക് സ്റ്റാളിൻ്റെ ആളായിരുന്നു. അദ്ദേഹം ഖുർആൻ പരിഭാഷ ജലാലൈനി പരിഭാഷപ്പെടുത്തി ഇറക്കിയപ്പോൾ എല്ലാ പണ്ഡിതന്മാരും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അത് 82 കാലഘട്ടത്തിലാകുമ്പോഴാണ് ഇത് ഹറാമായിട്ട് തഹരീം തർജുമ എന്ന് പറഞ്ഞിട്ട് ഈ കെ അസമിലെ ഒരു പുസ്തകം വരുന്നത്. അപ്പം ഖുർആൻ പരിഭാഷകളെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ പരിഭാഷ ഒരു ഏറ്റവും നല്ല പിന്നെ എന്താ ഒരു മുതൽ മുടക്കില്ലാത്തൊരു വർക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലയോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം അറബി അറിയാവുന്നവരും തീരെ അറബി അറിയാത്തവരും പോലും ഖുർആൻ പരിഭാഷ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മുസ്ലിം പ്രസാധകർ മാത്രമല്ല, പ്രഭാത് ബുക്ക് ഹൗസിനെ പോലെ CPIൻ്റെ ഔദ്യോഗിക ബുക്ക് സ്റ്റാളാണ് പ്രഭാത്. അവർ പോലും ഖുർആൻ പരിഭാഷ ഇറക്കുന്നുണ്ട്. കാരണം അത് മാർക്കറ്റിൽ വിറ്റ് പോകുന്നു എന്നുള്ളതാണല്ലോ എൻ്റെ ഇത്. എപ്പോഴും അതുപോലെ പിന്നെ മലയാളത്തിലെ പിന്നെ ആദ്യത്തെ ശരിക്കും ഖുർആൻ പരിഭാഷ മലയാളത്തിൽ വക്കം പി മുഹമ്മദ് മദീൻ സാഹിബ് അല്ലേ? അപ്പോൾ ശരിക്കും എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ വേണ്ടത്ര ഇതിലേക്ക് വന്നിട്ടുണ്ടോ? നിങ്ങളെ പഠനത്തിലൊക്കെ അത് വരുന്നുണ്ട് ആ നിലക്ക്? അതിനു മുമ്പ് അതായത് ഈ എപ്പോഴും നമ്മുടെ ഇവിടെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന പണ്ഡിതന്മാരെന്ന് പറയുന്നത് സംഘടനാ ബന്ധമുള്ളവരാണ്. അല്ലാത്തവര് പ്രൊജക്റ്റ് ചെയ്യപ്പെടൂല. സംഘടനാ ബന്ധം ഇല്ലെങ്കിൽ പോലും പിന്നെ സംഘടനൻ്റെ എല്ലാമാണ്, പക്ഷെ ഔദ്യോഗിക രംഗത്തുണ്ടെങ്കിൽ പോലും അവരത്രമാത്രം ഇപ്പം എനിക്കൊന്ന് മാഹിനമദാനി തങ്ങള് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ എല്ലാവർക്കും അത്ര അറിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ല ഞാൻ പറഞ്ഞത് മാഹിനമദാനി തങ്ങളെ കുറിച്ച് ഓരോ പുസ്തകം വന്നിട്ടില്ല, പഠനം വന്നിട്ടില്ല. അപ്പോഴാണ് ഞാനത് അത് എന്താണ് അദ്ദേഹം ഒരു സംഘടനക്ക് അതീതനായി അപ്പുറത്ത് നിൽക്കുന്ന വീക്ഷണങ്ങൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോഴവരെ നമുക്ക് രംഗത്ത് കൊണ്ടുവരുന്നതിൽ സംഘടനയ്ക്ക് ക്ഷീണം ഉണ്ടാവുന്നോ അല്ലെങ്കിൽ അങ്ങനെ വേണ്ടെന്നോ അങ്ങനെ കുറേ അതിൽപ്പെട്ടതാണ് മുഹമ്മദ് മൊയ്തീൻ സാഹിബ്. മുഹമ്മദ് മൊയ്തീൻ സാഹിബാണ് ആദ്യത്തെ ഖുർആൻ പരിഭാഷകൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് 1935 കോഴിക്കോട് മുസ്ലിം ലിറ്ററേച്ചർ സൊസൈറ്റി കെ മൗലവിൻ്റെയൊക്കെ PK മുസ മൗലവിൻ്റെയും ഒക്കെ നേതൃത്വത്തെ ആരംഭിച്ചപ്പോൾ അതിൽ പങ്കാളിയായ ഭാഷാ പരിശോധന ചെയ്ത ആളാണ് അദ്ദേഹം. അദ്ദേഹം ആ കാലത്ത് 35-36 കാലഘട്ടത്തിൽ ചെറിയ ചെറിയ സൂറത്തുകൾ പരിഭാഷപ്പെടുത്തി 5-6 സൂറത്തുകളുടെ ബുക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒക്കെ എൻ്റെ അടുത്തുണ്ട്, സൂക്ഷിപ്പുണ്ട്. അപ്പോൾ ഇത് അദ്ദേഹത്തിന് പിന്നീട് ഒരു പിന്തുണയും കിട്ടാതെ പോയതിന് ഇതാണ് കാരണം. പിന്നെ ഈ സാമ്പത്തിക പ്രയാസങ്ങളാണല്ലോ ഇപ്പോഴും ഈ പലർക്കും ഇപ്പോഴും പോലും നല്ലൊരു പുസ്തകം എഴുതിയിട്ട് നമ്മൾ ആരെക്കൊണ്ട് ഇറക്കും എന്നുള്ള ഒരു വലിയ വിഷയമാണ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ പറഞ്ഞ പോലെ എടുക്കുമോ, എങ്ങനെ ആരോടാ പറയേണ്ടത്, എങ്ങനെ പറയേണ്ടത് ഒന്നും അറിയാത്തൊരിതുണ്ട് ഇപ്പോഴും ഉണ്ടത് ആൾക്കാർക്കുള്ള. അപ്പം അത് അന്ന് ഏറ്റവും കൂടുതലാണല്ലോ. മറ്റൊന്ന് അറബി മലയാളം മിക്സ് ചെയ്ത് പ്രിൻറ്റിങ് വരുന്നത് തന്നെ ഈ ഇടവേൽ CM പ്രസ്സാണ് വരുന്നത്. അത് ഒരു 30 കാലഘട്ടത്തിലാണ് വരുന്നത്. അങ്ങനെ തന്നെ ആണെങ്കിൽ തന്നെ അത് പ്രിൻ്റ് ചെയ്ത് ഇവിടുന്നൊക്കെ പലരും അമാനി മൗലവി അടക്കമുള്ളവർ അവിടെ പോയിട്ടാണ് ഇടവേ പോയിട്ട് ദിവസങ്ങളോളം അവിടെ കൂടുകയാണ്. കാരണം ഇന്നത്തെ മാതിരി പ്രൂഫ് റീഡിങ് വീട്ടിൽ വെച്ചാൽ കമ്പോസ് ചെയ്ത് അതിൽ വെച്ചിട്ട് ഫിലിം നോക്കിയിട്ടാണല്ലോ ഇത് വായിക്കുന്നത്. അപ്പോൾ അവിടെ നിൽക്കണം ഒരാഴ്ച 2 ആഴ്ച ഒരു മാസമൊക്കെ ഒരു വലിയ വർക്കാണെങ്കിൽ പ്രൂഫ് റീഡിങ് നമ്മൾ നിൽക്കേണ്ട ഒരു സാഹചര്യം. ഇങ്ങനത്തെ പല പ്രയാസങ്ങളെ കൊണ്ട് അതിന് കഴിയാതെ പോയ പലരും ഉണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ ഒരു പ്രത്യേകം പരാമർശിക്കേണ്ട പുസ്തകമാണ് നമ്മുടെ അലിമ ബീവിയുടെ വർക്ക്. അപ്പോൾ അലിമ ബീവിയുടെ തിരഞ്ഞെടുത്ത കൃതി എന്ന് പറയുമ്പം അലിമ ബീവി ആ കാലഘട്ടത്തിൽ ചെയ്തൊരു വലിയ സംഭവമാണ്. ആദ്യത്തെ വനിതാ പത്രാധിപയാണ്, പ്രസാധകമായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ പുസ്തകരചനയും നിങ്ങളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? അത് ഇതാണ് ഈ നമ്മളിത് ഈ ചിലത് പറയുമ്പോഴാണ് പിന്നീടാണ് നമ്മളിലൂടെ
ഈ ഹലീമാബി ഇങ്ങോട്ട് ഇതാകുന്നത്. തങ്കമ്മ മാലിക്കും ഹലീമാബിയും ഒക്കെ നമ്മളെ പുതിയ ഗവേഷകന്മാർ. പിന്നെ അവരതിൻ്റെ പിറകെ പോവാണ്. അപ്പോഴിവർക്കൊന്നും കിട്ടാതിരിക്കും. നമ്മൾ നേരത്തെ എൻ്റെ ശ്രദ്ധയിൽ ഹലീമാബി ഉണ്ട്. കാരണം ഒന്ന് ഞാൻ ഹലീമാബിയുടെ മകളെ കൂടെ വർക്ക് ചെയ്തു സ്കൂളിൽ ഒന്നിച്ച് വർക്ക് ചെയ്തു ഹലീമാബി. അന്ന് അവരെ ഉമ്മ ഉണ്ട്, പക്ഷെ ഞാൻ അവിടെ പോയി അവർ അന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഈ ആദ്യകാലം തന്നെ ഈ ഇവരുടെ അൻസാർ ബീഗം ടീച്ചറുമായിട്ട് അത്ര ഒരു ബന്ധമല്ലായിരുന്നു. തലൊന്നും മറക്കാത്ത ഒരു രീതിയിലായിരുന്നു അവർ അന്നത്തെ. പക്ഷെ അത് തെക്കൻ ഭാഗത്തുള്ള സ്വഭാവതാണ്. അവരുടെ വാപ്പാണ് കെ മുഹമ്മദ് മൗലവി എന്ന് പറഞ്ഞത്. ഒക്കെ മൗലവിയുടെ പ്രമുഖ ശിഷ്യനാണ്. അൻസാരിന്റെ എഡിറ്റർ ആയിരുന്നു മുഹമ്മദ് മൗലവി. പിന്നെ പല കെ എംമാരുണ്ട്. തിരുവനന്തപുരത്ത്. അപ്പോ ഇതൊക്കെ ആണെങ്കിൽ ഇവരുടെ ദീനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഒരു ദിവസം അവർ പ്രിൻസിപ്പളായിരിക്കുന്ന സമയത്ത് ഉച്ച സമയത്ത് ഒരു വീട്ടിലേക്ക് പോയപ്പോൾ എനിക്കെന്തോ ഒപ്പിടിക്കേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ മുമ്പ് ഒരു സംഭവം ഉണ്ടായി. ഒരു വ്യാഴാഴ്ച നമ്മൾ പിന്നെ സെൻഡ് ഓഫ്, ഒരു അധ്യാപകൻ സെൻഡ് ഓഫ് വെച്ചു സ്കൂളിൽ. ഞാനാണ് സ്റ്റാഫ് സെക്രട്ടറി. അപ്പോൾ ഈ സെൻഡ് ഓഫ് വെച്ച സമയത്ത് ഞാനിവരെ പരിപാടിക്ക് വിളിച്ചു. അപ്പോൾ അവർ വന്നിരുന്നിട്ട് അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി. പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ എന്നെ വിളിക്കരുത്, ഞാൻ വരുന്നില്ല എന്നുള്ള. അപ്പം ഞാൻ ചോദിച്ചു, എന്താ സാർ ഇങ്ങനെ സാറ് വരാത്തത്? അല്ല പക്ഷെ ഒന്നുമില്ല, ഞാൻ വരുന്നില്ല. അവസാനം ഞാനിത് എന്തോ ഇവർക്കെന്തോ എന്തോട് നമ്മളോടുള്ളതാണോ എന്ന് ചോദിച്ചപ്പോൾ അന്വേഷിച്ചു. അപ്പോഴാണ് എനിക്ക് നോമ്പുണ്ട്, വ്യാഴാഴ്ച ഞാൻ നോമ്പുണ്ട്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഈ കാണുന്ന ഈ രൂപത്തിലുള്ള ഈ നമ്മളെ മനസ്സിലുള്ള ആകെ ചിന്താഗതി മാറി, ജീവിതത്തിലെ വിശുദ്ധി. അത് കഴിഞ്ഞിട്ടും പിന്നൊരു ദിവസമാണ് ഉച്ചക്ക് ഒപ്പിടിക്കണം. അവർ വീട്ടിൽ, എനിക്ക് ട്രെയിനിന് പോരണം, 2 മണിക്കാനുള്ള ട്രെയിനാണ്, വീട് തൊട്ടടുത്താണ്, പോയിട്ടുണ്ട്. അപ്പം ഞാൻ പിറകിൽ ഓടി ചെന്നപ്പോഴേക്കും എന്താക്കിയെന്നറിയോ? ഇവർ വന്ന ഉടനെ ആദ്യം പുറത്തുനിന്ന് തന്നെ ഉള്ളെടുത്തിട്ട് നിസ്കരിക്കാൻ മുസല്ലയിൽക്കുന്നുണ്ട്, എന്നിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ എന്നാണ് സംസ്കാരം. അപ്പോഴാണ് നമ്മൾ കാണുന്നതൊന്നും അല്ല, ഈ കണ്ടിട്ട് നമ്മൾ നിഗമനത്തിലെത്തുന്നതല്ല ശരിയായ രീതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അപ്പോഴാണ് പിന്നെ കൂടുതൽ ഞങ്ങൾ ബന്ധപ്പെടുകയും അങ്ങനെ ഹലീമാബിയെ കുറിച്ച് അന്വേഷിക്കുകയും, പെരുമ്പാവൂരാണ് ടീച്ചർ നാട് എന്ന് പറഞ്ഞപ്പോൾ ഹലീമാബിനെ അറിയുമെന്ന് ചോദിച്ച് അങ്ങനെ ചോദിച്ചപ്പോഴാണ് കുറേ എൻ്റെ മകളാണ്, എൻ്റെ ഉമ്മാണെന്നൊക്കെ പറഞ്ഞതും. അങ്ങനെ അപ്പം അന്ന് മുതൽക്കേ ഇതിന് കലക്ഷൻ അവരെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഹലീമാബി, തങ്കമ്മ മാലിക്, അങ്ങനെ മുസ്ലിം എഴുത്തുകാരികൾ ഒരുപാടുണ്ട്. ഒരു കൊച്ചു ബിയാത്ത് എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ട്, ഈ പിന്നെ ബദറുൽ മുനി ഹുസ്നുൽ ജമാലിനെ കുറിച്ച് നല്ലൊരു പഠനം നടത്തിയ. മുസൽമാൻ എന്നൊരു മാസിക ഉണ്ടായിരുന്നു, ഐക്യസംഘത്തിൻ്റെ മാസികയാണ്, അതിൽ എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹം എന്ന് പറഞ്ഞൊക്കെയാണ് ഐക്യസംഘത്തിന് ആ മുസൽമാൻ്റെ കോപ്പി ഇപ്പം അടുത്താണ് കിട്ടുന്നതും. 4 വർഷത്തെ കോപ്പി നമുക്ക് കിട്ടി മുസൽമാൻ്റെ. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ എൻ്റെ അടുത്ത് വന്നിരുന്നു. അദ്ദേഹം എം ഖാദറുണ്ണി എന്ന് പറഞ്ഞ ആള് മുബല്ലിഗുൽ ഇസ്ലാം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആളാണ്, ഐക്യസംഘത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു പുസ്തകം ഇറക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് കിട്ടുമെന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ അടുത്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഫറൂഖ് കോളേജിൽ വന്നിട്ടുണ്ട് സാധനം. അത് മേത്ര സാഹിബിൻ്റെ കുടുംബത്തിലുള്ള പുസ്തകങ്ങൾ 5 ലൈബ്രറിക്ക് അവർ കൊടുത്തതിൽ മുസൽമാനൊക്കെ ഫറൂഖ് കോളേജിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഉൾക്കാർക്കും അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ ഉണ്ട്. അതാണ്. ഓക്കെ, അതാണത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട വർക്കാണ് നമ്മുടെ ഇ കെ മൗലവിയുടെ തിരഞ്ഞെടുത്ത രീതികൾ. അപ്പോൾ അതിലേക്ക് വരുന്നതും അതിൻ്റെ ഒരു ഇ കെ മൗലവി, ഞാൻ പറഞ്ഞില്ലേ, ഈ ഇ കെ മൗലവിനെ പോലുള്ള ഒരാളുടെ എനിക്ക് നിങ്ങൾ യുവതിറക്കിയ ഒരു പിന്നെ മറ്റേ ഷെയ്ഖ് ജീലാനി എന്നൊരു പറയുന്ന ഒരു പുസ്തകം മാത്രമേ അദ്ദേഹത്തിൻ്റെതായിട്ട് മാർക്കറ്റിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോഴാണ് ഇ കെ മൗലവി, നമ്മൾ പഴയ പ്രസിദ്ധീകരണങ്ങൾ നോക്കുമ്പോൾ മുഴുവനും ഇ കെ മൗലവിൻ്റെ ലേഖനം. ഇ കെ മൗലവിൻ്റെ ലേഖനം ഇല്ലാത്ത ഒരു പ്രസിദ്ധീകരണവും ഇല്ല. അന്നൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട് ഇ കെ മൗലവി, കെ മുഹമ്മദ് അബ്ദുൽ കരീം, പിന്നെ ഒറ്റമാളി എസ് മഹീൻ എന്ന് പറഞ്ഞ കൊച്ചിക്കാരൻ ഒരാളുണ്ട്. ഇവരുടെയൊക്കെ ലേഖനങ്ങളാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ വി അബ്ദുൽ ഖയ്യൂം സാഹിബ്, പിന്നെ അബ്ദുൽ ഖാദർ ഖാരി. കാരി ഇവിടുന്ന് ഈ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച് 7ാമത്തെ വയസ്സിൽ ഹൈദരാബാദ് പോയി അവിടെ പഠിച്ചു, ഹാഫിളായി, പിന്നെ അവിടെ അറബിക് കോളേജിൽ പഠിച്ചു. അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്, നിരന്തരമായി എഴുതിയിരുന്ന ആളാണ്. പക്ഷെ ഇവരൊന്നും നമ്മളെ കൗമിൽ അങ്ങനെ ഒരു കൂട്ടരുണ്ടെന്ന് പുതിയ തലമുറയ്ക്ക് അറിയില്ലല്ലോ. അപ്പം അങ്ങനെ ഇ കെ മൗലവിനെ കുറിച്ച് അങ്ങനെ വിചാരിക്കുമ്പോഴാണ് ഐക്ക അഹമ്മദ് സാഹിബ് ഒരിക്കലും പറഞ്ഞത്, നിങ്ങളെ വല്യപ്പൻ്റെ എന്തെന്ന് ശേഖരിച്ച് തരണം നമുക്ക് എന്ന് പറയുമ്പോൾ
കാരണം അതിന് പ്രയാസവുമില്ല. എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും കെ മൗലവി ഉണ്ട്. അങ്ങനത്തെ ഒരു 2 വാല്യം കൂടി ഇറക്കാൻ മാത്രമൊക്കെ എപ്പോഴും ഉണ്ടാവും. ആ നിലക്കുള്ള വലിയ വർക്കാണ് അത് അല്ലേ. പിന്നെ അതിന് ശേഷമുള്ളത് അടുത്ത കോപ്പി വരുമ്പോൾ പരിഷ്കരിച്ച് ചെയ്യാവുന്നത് ഉണ്ട് ഒരുപാട്. പിന്നെ അതുപോലെ ഈ പിന്നെ ഇപ്പം അനാചാരങ്ങൾക്കെതിരെ പഴയ കാലത്ത് ഒരുപാട് പോരാട്ടങ്ങൾ, അപ്പൊ അതിൽ പെട്ടൊരു പുസ്തകം ഉണ്ടല്ലോ ഇർഷാദുൽ അമ്മ. അതിന്റെ പിന്നെ എന്താണ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവങ്ങൾ? അതാണ് ഇർഷാദുൽ അമ്മ, റിസാലത്തും ഫിൽ ബങ്ക്, പിന്നെ മജല്ലത്തുൽ ഫുഹൂല്, ഇങ്ങനെ കുറേ ആ കാലഘട്ടത്തിലുള്ള ഫത്വകൾ, 100 കണക്കിന് ഫത്വകളുണ്ട്. ഇപ്പം ഉദാഹരണമായിട്ട് കൊണ്ടോട്ടി പൊന്നാനി കൈത്തറക്കുമായിട്ട് ബന്ധപ്പെട്ട ഫത്വകളിൽ തന്നെ പേജുകൾ നമ്മൾ നോക്കിയാൽ 1000 പേജിൻ്റെ അടുത്തുള്ള രീതിയിൽ ഫത്വകളുണ്ട്. അതൊക്കെ നമ്മളെ കളക്ഷനിൽ ഉണ്ട് താനും, എൻ്റെ അടുത്തുണ്ട്. കുറച്ച് ചെയറിലും ഉണ്ട്, ഇതില്ലാത്ത. അപ്പം അത് ഇപ്പം ഇന്നത്തെ സമൂഹത്തിൽ അത് ഹൈന്ദവ സംസ്കൃതിയിൽ നിന്ന് വന്നതാണ് മരണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അനാചാരങ്ങളും എന്ന് ഇർഷാദുൽ അമ്മയെ തന്നെ പറയുന്നുണ്ട് അദ്ദേഹം. കുഞ്ഞുപോക്ക് മുസ്ലിയാർ അതിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ അദ്ദേഹം സദഖത്തുൽ മുസ്ലിയാരുടെ മൂത്താപ്പാണ്, ബാപ്പൻ്റെ ജ്യേഷ്ഠനാണ് പോക്ക് മുസ്ലിയാരും കുഞ്ഞുപോക്ക് മുസ്ലിയാരും. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് ജമാഅത്തിന്റെ മുനാമ ടി കെ അബ്ദുള്ള മൗലവിനോട് നല്ലൊരു തമാശ പറയുന്നുണ്ടായിരുന്നു. ഈ കുഞ്ഞുപോക്ക് മുസ്ലിയാരെ കുറിച്ച് അദ്ദേഹം ഈ മലപ്പുറം നേർച്ചയ്ക്കെതിരായിരുന്നു. മലപ്പുറം നേർച്ചയ്ക്ക് അവിടെ നിന്നിട്ട് നല്ല പ്രസംഗമൊക്കെ ചെയ്യും മലപ്പുറം നേർച്ചയ്ക്കെതിരെ. അപ്പോഴ് ഒരു ദിവസം അവിടെ നല്ലൊരു തടിമാടം വന്നിട്ട് അവിടെ നേർച്ചയ്ക്ക് വന്നപ്പോൾ കുഞ്ഞുപോക്ക് മുസ്ലിയാരുണ്ട് അവിടെ അയൽക്കാരെ നിൽക്കപ്പം ഇവിടെ നിന്ന് എന്തെയ്യോ വന്ന്. അപ്പം ഞാൻ നേർച്ച ഉണ്ടായിന്. എന്താ നേർച്ച? അപ്പം പറഞ്ഞു ഊരവേദന ഉള്ളവരും മലപ്പുറം നേർച്ചയ്ക്ക് വന്ന് തിക്ക് കുടിക്കുകയാണെങ്കിൽ ഊരവേദന മാറുന്ന, അപ്പോൾ ഇവിടെ വന്ന് തിക്കാനാണ് എന്ന് പറഞ്ഞു നേർച്ച എന്ന് പറഞ്ഞു. അപ്പം ഇയാളടുത്ത് ഒരു കുന്തം വലിയ വടി ഉണ്ടാവും, പ്രായമുള്ള ആളാണല്ലോ, അയാൾ തന്നെ ഒരു ഔലിയായിട്ടാണ് ആൾ കാണുന്നത്. കുഞ്ഞുപോക്ക് മുസ്ലിയാർ വടി കൊണ്ട് കൊടുത്തൊരൊറ്റ അടി കൊടുത്തപ്പോൾ ഇയാൾക്ക് ഭയങ്കര വേദന. അയാൾ പള്ളി കമ്മിറ്റിക്കാരോട്, ഇയാളോട് ചോദിക്കാനും പറ്റൂല, പള്ളി കമ്മിറ്റിക്കാരോടൊക്കെ പരാതി പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞ എന്താ നേർച്ചാന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞെന്താ, എനിക്ക് മലപ്പുറം നേർച്ചയ്ക്ക് തെക്കൂടാൻ ഊരവേദന ഉണ്ടായി, തെക്കൂടെ ഞാൻ നേർച്ചാക്കിയെന്നാ. അപ്പോൾ ഒരു പള്ളി കമ്മിറ്റിക്കാർ കുഞ്ഞുപോക്ക് മുസ്ലിയാർ വന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ നേർച്ചയ്ക്ക് വന്നിടത്ത് തല്ലി എന്നൊക്കെ പറയുന്നിട്ടല്ല, എന്താ കാരണം, അങ്ങനെ തല്ലാനൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞു. എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. എന്താ നേർച്ച? നിങ്ങൾക്ക് നേർച്ചയാണ്? മലപ്പുറം നേർച്ചയ്ക്ക് വരുന്നവരെ തല്ലാൻ എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ തല്ലിയതെന്നാണ്. ആ നേർച്ച പൂർത്തിയാക്കിയെന്ന. പിന്നെ അവർക്ക് അതിന് മറുപടി ഒന്നും പറയാനില്ല. ഇങ്ങനത്തെ പറയപ്പെടുന്ന തമാശ ഉണ്ട്. അപ്പോൾ അദ്ദേഹം നല്ല അതുപോലെയുള്ള കുറേ ആ കാലഘട്ടത്തിൽ അന്നൊക്കെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ കുറേ കൂടി സംഘടന നിഷ്പക്ഷമായി കാര്യങ്ങൾ കൈയാളുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോഴും സംഘടന വന്നപ്പോൾ സംഘടനയ്ക്ക് വേണ്ടി ഒരഭിപ്രായം പറയുകയാണെങ്കിൽ സംഘടന മുമ്പതിൽ നമ്മളാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അതിനനുകൂലമായി പറയാം, അതിന് മാറ്റം നമ്മൾ പറയണ്ട എന്നൊക്കെയുള്ള തീരുമാനത്തിലേക്ക് അങ്ങനെ അറിഞ്ഞോ അറിയാതെ എത്തിപ്പെട്ടിട്ടുണ്ട്. അതാണത്. ഓക്കെ. പിന്നെ പുസ്തകങ്ങളെ പറ്റി മാഷ പുസ്തകങ്ങളെ പറ്റി പറഞ്ഞാൽ തന്നെ ഒരുപാട് ദിവസങ്ങളോളം പറയാണ്ടായിരുന്നു. അത് മാത്രം പുസ്തകങ്ങൾ എല്ലാം ആധികാരികമായിട്ടുള്ളതാണ്. നമുക്ക് മറ്റൊരു അത് ഇനിയും പറയാം. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ച് ന്യൂ ജനറേഷനിൽപ്പെട്ട പല ആളുകളും ഒരുപാട് വിഷയങ്ങളിൽ കേരളത്തിലെ മുസ്ലിം ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഗവേഷണ വിദ്യാർത്ഥികൾ പലരും വരാറുണ്ട്, കേരളത്തിൽ നിന്നുള്ളതും പുറത്തുള്ള രാജ്യക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഗൈഡൻസ് നൽകുന്ന ആളെന്ന നിലയ്ക്ക് എന്താണ് നിങ്ങളുടെ ഒരു അനുഭവം അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? അതിനെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായി പറയുകയാണെങ്കിൽ നമ്മുടെ പുതിയ ഗവേഷകന്മാർക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവർക്ക്, ആ വിഷയത്തിൽ ഒരു പഠനം നടത്തി ഒരു കണ്ടെത്തലുകളിൽ എത്തണം എന്നുള്ള താല്പര്യത്തോടു കൂടിയല്ല ഗവേഷണം രംഗത്തേക്ക് വരുന്നത്. അവർക്ക് എന്താക്കണം, ഒരു ഗവേഷണം ഒരു PhD ഉണ്ടായാൽ അപ്പോയിൻമെൻറ്റിൽ മുൻഗണന കിട്ടും. സർവീസിലിരിക്കുന്ന ആൾക്ക് പിന്നെ DE ഉടനെ കിട്ടും, 3 കിട്ടും. ഇങ്ങനെ ഒരു കാര്യത്തിൽ അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു കുറുക്ക് വഴി എന്നുള്ള നിലക്കാണ് അവർ വിഷയം തിരഞ്ഞെടുക്കുന്നത്. ഈ തെരഞ്ഞെടുത്ത വിഷയങ്ങൾ തന്നെയാണ് പലരും തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം നോക്കി, ഇന്ത്യയിലെ അറബ് പ്രസിദ്ധീകരണങ്ങളെ കുറിച്ച് 4 തീസിസുകൾ എൻ്റെ തന്നെ ഉണ്ട്.
4 പക്ഷെ ഇപ്പോഴും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അത് വെച്ചിട്ട് ഒരാൾ അൽബുഷറയെ കുറിച്ച് ഇപ്പോഴുണ്ട്. എന്ന് പറഞ്ഞാൽ അത് എളുപ്പത്തിൽ കാര്യങ്ങൾ നേടുക എന്നുള്ളതാണ്. വേറെന്ത് വിഷയം തിരഞ്ഞെടുക്കുകയാണെങ്കിലും ഇത് പിന്നെ ഇതിൻ്റെ പിന്നിൽ വിദേശ യൂണിവേഴ്സിറ്റികളിലേക്ക് ധാരാളം പേര് പോകുന്നുണ്ട്. അവരും കേരളത്തിലെ മുസ്ലിങ്ങളുടെ വിവിധ വിഷയങ്ങളാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അജണ്ടകൾ ഉണ്ടോയെന്നോ എന്ന് സംശയിക്കാവുന്നതാണ്. കാരണം ഒരു വിഭാഗത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും എങ്ങനെയാണ് എന്നറിഞ്ഞെങ്കിൽ മാത്രമേ അതിനെങ്ങനെ തകർക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ രീതിയിലുള്ള തീസീസുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പിളർപ്പിനെ കുറിച്ച് ഒരു പ്രശാന്ത് എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ബോംബെ IIT ഗവേഷണം നടത്തുന്നത്. അപ്പോൾ ആ പയ്യനെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ആദ്യം മുസ്ലിം കുട്ടിയാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ അവന് ഇതാണ്. അപ്പോൾ എന്താണ് എൻ്റെ അവന് താല്പര്യം എന്ന് വെച്ചാൽ, താല്പര്യം എന്ന് പറയുമ്പോൾ അവൻ ആദ്യത്തിലൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ സംഘടനകൾ ഈ വിഷയം എടുത്ത് ചെയ്യാൻ വേണ്ടിയും പിന്നിൽ നിന്ന് പ്രേരണ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുണ്ട്. വേറെ ചിലരുണ്ട് പിന്നെ കാര്യത്തിൽ മുജാഹിദുകൾ വളരെ പിറകിലാണ്. ഇപ്പോൾ കേരളത്തിലൊരു വലിയ സംഘടനയെ കുറിച്ച് ജ്ഞാനത്തിനെ കുറിച്ചൊക്കെ 2 തീസീസുകൾ PhD തീസീസ് വന്നിട്ടുണ്ട്. അപ്പം അവരെന്തൊക്കെയാണ് കുട്ടികൾ അതിനു വേണ്ടി, അതായത് സമൂഹത്തിൽ ഈ നിലനിൽപ്പുണ്ടാകാൻ വേണ്ടിയിട്ട്, അല്ലെ സമൂഹത്തിൽ എപ്പോഴും ചർച്ച ആകാൻ വേണ്ടിയിട്ടൊക്കെ ഗവേഷണ രംഗത്തൊക്കെ ആള് പിന്നെ സ്കോളർഷിപ്പ് കൊടുത്തിട്ടും സ്പോൺസർ ചെയ്തിട്ടും വിടുന്നുണ്ട്. അതേസമയത്ത് നമുക്ക് എന്താക്കാം, മുജാഹിദ് പ്രസ്ഥാനത്തിനൊക്കെ അമാന മൗലവിൻ്റെ തഫ്സീറിനെ കുറിച്ചോ പിന്നെ അൽമനാറിൻ്റെ 10-75 വർഷത്തെക്കുറിച്ചോ ഇതിനെക്കുറിച്ചൊക്കെ അത് മുസ്ലിം സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചോ അങ്ങനെ പലതിനെക്കുറിച്ചും എന്താക്കാം റിസർച്ച് ചെയ്യാം. അതിന് സോഴ്സ് കൊടുക്കണമെന്നേ ഉള്ളൂ. പക്ഷെ അതൊക്കെ എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ മനഃപൂർവ്വം ബോധപൂർവ്വം അജണ്ട ആക്കി മാറ്റി ചെയ്യണം. ഇത് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ സ്കോളർഷിപ്പ് ഏർപ്പാടുണ്ട്. റിസർച്ച് അല്ല, കുട്ടികൾക്ക് പോലും സ്കോളർഷിപ്പ്, ഞാൻ പേര് പറയുന്നില്ല, കൊടുക്കുക. ഈ 100 പേർക്ക് 50,000 റുപ്യൻ്റെ സ്കോളർഷിപ്പ്. പക്ഷെ എൻ്റെ പരീക്ഷയ്ക്ക് എഴുതണം. അപ്പം അത് കുറച്ച് കാലം കഴിയുമ്പം PM ഫൗണ്ടേഷനൊക്കെ പോലെ അതൊരു ഫൗണ്ടേഷനാണ്. ആ ഫൗണ്ടേഷൻ അങ്ങനെ ആയി കഴിയുമ്പം അത് പിന്നെ ചോദ്യം ഒരു ഇതാവ് മാറും. പരലോകത്തുകളിലൊന്നും അല്ലല്ലോ ഇപ്പോൾ, ഇവിടെ ഉള്ളത് ആണല്ലോ സംഘടനകൾ പലപ്പോഴും ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും. മറ്റൊരു ചോദ്യം ഉള്ളത്, പിന്നെ നമ്മൾ മാഷ് കണ്ടെത്തുന്ന ഓരോ വിലപിടിപ്പുള്ള അമൂല്യ രേഖകളും അതൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്നുണ്ട്. പക്ഷെ പുതിയ തലമുറക്ക് ആ രംഗത്ത് വളരെ കുറേ ഡിജിറ്റലൈസ് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നിലാണ്. അപ്പോൾ പുതിയ തലമുറയോട് അതുമായി ബന്ധപ്പെട്ട് ഇത്തരം വിലപ്പെട്ട അമൂല്യമായ രേഖകൾ പിന്നെ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയാനുണ്ടെങ്കിൽ കേൾക്കാം. അത് തന്നെ നമുക്ക് അതിലുള്ളൊരു ദുരന്തം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനൊരു വീട്ടിൽ അവിടെ എൻ്റെ അടുത്തിലുണ്ട് എന്ന് പറഞ്ഞ് പോയാൽ അവർ തരാൻ കൂട്ടാക്കൂല. അവർ പറയുക നമ്മളെ വാപ്പൻ്റെ വല്യാപ്പൻ്റെ ആകെയുള്ളൊരു സ്വത്താണിത്, ആദ്യം ഞങ്ങൾ കിട്ടിയതാണ്, അതുകൂടെ നിന്നോട്ടെ, നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും വന്ന് നോക്കാവുന്നതാണ്, അത് വിട്ടു തരൂല എന്ന് പറയും. അങ്ങനെ 6 മാസം 1 കൊല്ലം കഴിഞ്ഞ് നമ്മൾ പോകുമ്പോഴാണ് പറയാം അതെല്ലാം കൂടി എന്താക്കിയെന്നറിയോ, പുതിയ ഞങ്ങൾ പുര ഉണ്ടാക്കിയപ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ട് മാറിയപ്പോഴും ഇങ്ങോട്ടാക്കിയപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയും. ഈ ഒരു ദുരന്തം വളരെ വ്യാപകമാണ്. നമുക്കത് ഒരാൾക്ക് ഇങ്ങനത്തെ ഒരുത്തിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ബോധം നമുക്കില്ല. അതൊരു ചരിത്രബോധമില്ലായ്മയാണ്. ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാണ്, ഈ നമ്മൾക്ക് കേരള സർക്കാരിൻ്റെ കീഴിൽ ലൈബ്രറി കൗൺസിലിൻ്റെ കീഴിലുള്ള ഒരു ഇതാണ് അപ്പം തമ്പുരാൻ നെടുങ്ങ പിന്നെ ലൈബ്രറി. ആനുകാലികങ്ങൾ മാത്രം തൃശ്ശൂരും ആയിരക്കണക്കിന് ആനുകാലികങ്ങൾ മാസാന്തം അവർക്ക് വരുന്നുണ്ട്. അത് അവരെന്താക്കി ഇൻഡെക്സ് ചെയ്ത് ഡിജിറ്റലൈസ് സൂക്ഷിക്കുന്നുണ്ട്. അപ്പം ഞാൻ പഴയ പ്രസിദ്ധീകരണങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും അതുണ്ടോ എന്നന്വേഷിച്ചപ്പോൾ പോയതാണ്. അപ്പോൾ അവിടെ ഒന്നുമില്ല. മുസ്ലിം മഹിളൻ്റെ ഒരൊറ്റ കോപ്പി മാത്രമേ ഉള്ളൂ 1926 ഇറങ്ങിയ, ഒന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പോഴും നിങ്ങൾക്ക് വല്ല മുസ്ലിം പ്രസിദ്ധീകരണങ്ങൾ വരുന്നുണ്ടോ? പ്രബോധനോ ഷബാബോ റിസാലെ അങ്ങനെ വരുന്നുണ്ടോ?
ഒന്നും വരുന്നില്ല എന്നാണ്. ഒന്നുമില്ല അല്ലേ? ഒന്നും ഞങ്ങൾ അപ്പം ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, ഞാൻ പലരോടും പറയും ചെയ്തേ, ഞങ്ങളോടൊക്കെ തന്നെ ഇതിൽ നിന്നൊരു ഒരു വിദേശത്ത് നിന്ന് കേരള മുസ്ലിം പ്രസിദ്ധീകരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ വരുന്ന ഒരാൾ കേരളത്തിൽ ഔദ്യോഗികമായ ഒരു സംവിധാനത്തിൽ ഇതൊക്കെ സൂക്ഷിക്കുന്ന ഒരു കേന്ദ്രം ഉണ്ടെന്ന് അറിയുമ്പം അങ്ങോട്ടാണ് പോവുക. അതെ. അപ്പം അങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു സാധനവും കാണാതിരിക്കുമ്പോഴും ചെയ്യുന്ന ഒരു ഏർപ്പാട്. കേരളത്തിൽ ആ കാലഘട്ടത്തിലൊന്നും മുസ്ലിം പ്രസിദ്ധീകരണങ്ങളിലെ രംഗത്തേക്കൊന്നും മുസ്ലിങ്ങൾ കടന്നു വന്നിട്ടില്ല എന്നൊരു നിഗമനത്തിലാണ് അവരെത്തുക. അപ്പോൾ ആ രംഗത്ത് ഇത് സൂക്ഷിക്കുന്നിടത്തിലും ബാക്കി ഇത് അറിയപ്പെടണം, അറിയാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും സംഘടനകൾ വളരെ പിന്നിലും വളരെ അലസ മനോഭാവത്തോടു കൂടിയാണ് അതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതിലൊരു ബോധപൂർവമായ മാറ്റങ്ങൾ ഉണ്ടാക്കണം. പുതിയ തലമുറ. കാരണം പുതിയ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വിവരങ്ങൾ കിട്ടുന്നതായിരിക്കും ഇപ്പോൾ പഴയ സമ്മേളന സോവനീറുകൾ, അതെ അതെ, അല്ലെങ്കിൽ പഴയ ആൾ മരിച്ചപ്പോൾ ആയിരക്കണക്കിൽ സ്മരണികൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു മാസം 2 മാസം കഴിഞ്ഞ് പിന്നെ അത് ആരാ ഇറക്കിയത്, എവിടെ ഉള്ളത്, എങ്ങനെ ഉള്ളത് എന്നൊരു പിടുത്തം ഉണ്ടാവില്ല. അപ്പം ഇതൊക്കെ എവിടെയെങ്കിലും ഒരു കേന്ദ്രത്തിലേക്ക് അത് ഉണ്ടായാൽ, എത്തിപ്പെട്ടാൽ, അതവിടെ പിന്നീട് റെഫർ ചെയ്യുന്നവർക്ക് നല്ലൊരു ചരിത്രരേഖയിൽ നിന്ന് കിട്ടും. പുതിയ തലമുറ അതിലിപ്പോൾ CHR ആണത് വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംവിധാനം എന്നുള്ളത്. CHRന്റെ ഇപ്പം മാഷ് തന്നെ ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി CHRന്റെ റിസർച്ച് ഓഫീസറാണ്. തിങ്കളാഴ്ച നിങ്ങൾ അവിടെ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സെൻറ്ററിൻ്റെ ചെയറിൻ്റെ വർക്കുകളൊന്ന് ജസ്റ്റ് നമുക്ക് പറഞ്ഞാൽ വായനക്കാർക്ക്, നമ്മുടെ ശ്രോതാക്കൾക്ക് അത്. അതാണ് CHR. നമ്മൾ അവിടെ പഴയകാല പ്രസിദ്ധീകരണങ്ങൾ ഇപ്പോൾ 1890-കളിലാണ് സലാഹുൽ ഇഖ്വാൻ ഇറങ്ങുന്നത്, സി സൈദാലിക്കുട്ടി മാഷ്, അറബി മലയാളത്തിലുള്ള. അതൊരു പത്രമാണത്. നമ്മൾ എന്താകുന്ന സലാഹുൽ ഇഖ്വാൻ അറബി പേര് കേൾക്കുമ്പോഴേക്ക് അതെന്തോ മതപരമായ ഒരു കാര്യം മാത്രം കൈകാര്യം അല്ല. മതം ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ ബഹുഭൂരിഭാഗവും അന്നത്തെ സമകാലിക വിഷയങ്ങൾ, പിന്നെ സയൻസ്, പിന്നെ സാമൂഹിക വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നൊരു മാഷ്. അതിറങ്ങി അതിൻ്റെ കോപ്പി അത് ഏതാണ്ട് ഒരു 80 കോപ്പിയൊക്കെയാണ് ഇറങ്ങിയിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ ഒരു 65ഓളം കോപ്പി ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തു. അതുപോലെ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ മലബാർ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഈ സനാഉള്ള മക്തി തങ്ങളല്ല, മാഹിനമദാനി തങ്ങൾ പറഞ്ഞ കാര്യത്തെ കേരളത്തിൽ ആദ്യം അദ്ദേഹം മുൻഗണന കൊടുത്തൊരു പിന്നെ ഫണ്ട് വേണമെന്നാണ്, ബൈത്തുൽ മാൽ വേണം ആദ്യം. വളരെ സുന്ദരമായി അദ്ദേഹത്തിന് ശേഷമാണ് പലരും ബൈത്തുൽ മാൽ ഉണ്ടെങ്കിൽ മാത്രമേ, അതുണ്ടെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസ രംഗത്തോ സാമൂഹിക രംഗത്തോ സാംസ്കാരിക രംഗത്തോ ഒക്കെ സമൂഹത്തിനെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. പണം ആദ്യം ഇറക്കാൻ വേണം. അത് ആദ്യം പറഞ്ഞത്. പിന്നീട് നമുക്കൊരു പത്രപ്രസിദ്ധീകരണം വേണം, ഒരു മീഡിയ വേണം. മീഡിയ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം നിലവിലുള്ള മലബാർ ഇസ്ലാം അതിനെ വളർത്തുകയും വികസിപ്പിക്കുകയും അത് സമുദായം ഏറ്റെടുക്കുകയും ചെയ്താൽ മതി എന്ന് പറയാം. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ളതാണ് മലബാർ ഇസ്ലാം. അപ്പം അങ്ങനത്തെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ഒട്ടുമുക്കാൽ പ്രസിദ്ധീകരണങ്ങളുടെയും കോപ്പികൾ ഇപ്പം നമുക്ക് അവിടെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏതായാലും മാഷ് ഇപ്പോഴും ഈ യാത്രയിൽ തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കമാൽ കണ്ടെത്തി ചന്ദ്രിക ദിനപത്രത്തിൽ പ്രാധാന്യപൂർവ്വം പഠനത്തോടെ പ്രസിദ്ധീകരിച്ചു. അതുമായി ബന്ധപ്പെട്ട യാത്ര എന്താനുഭവങ്ങൾ ഒന്ന് പറയാം. അപ്പം അത് യാദൃശ്യമായിട്ട് തിരുവനന്തപുരത്ത് നേമത്ത് ചെന്നപ്പോൾ യാദൃശ്യമായി കിട്ടിയതാണ് കമാല്. അപ്പം കമാല് കിട്ടിയപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് പ്രമുഖരോടൊക്കെ അന്വേഷിച്ചു, എമ്മങ്കാരശ്ശേരി, റഹ്മാൻ മാഷ് തുടങ്ങിയിട്ടുള്ള എല്ലാവരോടും. അപ്പം അവരാരും കണ്ടിട്ടില്ല, അങ്ങനെ കൃതിയെ കുറിച്ച് കേട്ടിട്ടുമില്ല. അങ്ങനെയാണ് ഇപ്പം നമ്മളത് പിന്നെ ചന്ദ്രികക്കാർക്ക് കൊടുക്കുന്നത്, ചന്ദ്രിക പ്രസിദ്ധീകരിക്കാൻ. അപ്പം അതിലത് വന്നു. അപ്പം വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ കാരശ്ശേരിക്ക് അതിൻ്റെ അപ്പം കാരശ്ശേരി പറയാൻ നോക്കി, അബ്ദുറഹ്മാൻ അതിൻ്റെ അവസാനത്തെ പേജ് നോക്കി. ഇല്ല, കാര്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. എന്നാലേ ബഷീറിൻ്റെ 7 കൃതികളുടെ പരസ്യം ഉണ്ട് അവസാനം, ഒരണകൃതികൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ ധർമ്മരാജ കിട്ടി, പണ്ടേ വന്നു. ഇപ്പം കമാല് നിങ്ങളും വന്നു. ബാക്കി 5 കൃതികൾ കൂടി നമ്മളാരും കാണാത്തത് ബഷീറിൻ്റെത് മാർക്കറ്റിലുള്ളതുണ്ട്. അപ്പം അത് കണ്ടെത്തണം. അപ്പോൾ ആണ് നമ്മൾ പഴയത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലേ, പഴയത് കണ്ടെത്തിയപ്പോൾ ഒരുപാട്, ഇപ്പോൾ ഒരു 10-13 എനിക്ക് തന്നെ കിട്ടി. ഇപ്പം മുസൽമാനിലൊക്കെ ബഷീർ ആദ്യകാലത്ത് മുസൽമാനിൽ ഇസ്ലാമിനെ കുറിച്ചൊക്കെ എഴുതിയ മനോഹരമായ ലേഖനങ്ങളുണ്ട്. മുസൽമാനിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, ഇപ്പം അത് അവിടെയാണ് കാണിച്ചുതരാം. അപ്പോൾ ഇങ്ങനെ ഇഷാഅത്ത് മാസികയിലാണത് വന്നത്, ഇഷാഅത്ത് മാസികയിൽ. അതുപോലെ കുറേ ഉണ്ട്.
അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കളക്ഷൻ ചെയ്താൽ ബഷീറിൻ്റെ മറ്റ് ലേഖനങ്ങളും അതുപോലെ അതൊക്കെ ഒന്ന് ഇതാക്കാം. വൈക്കം ബഷീർ ഹലീമ ബീവിയുടെ വനിതയുടെ സബ് എഡിറ്റർ ആയിരുന്നില്ലേ? അപ്പോൾ ആ കാലത്ത് ഒരു പക്ഷേ ഭാരചന്ദ്രന്റെ എന്തെങ്കിലുമൊക്കെ അതിലും ഉണ്ടാവും. സാധ്യതകൾ ഉണ്ടാവും. അങ്ങനെ അദ്ദേഹത്തിന്റെ ഇതൊക്കെ അതിലാ വന്നത്. പിന്നെ ഇതൊരു ചെറിയ നോവൽ ഉണ്ടായിരുന്നില്ല, അനൽ ഹക്ക് അതിലാ വന്നു. പിന്നെ അത് പുസ്തകമായി പോയതാണ്. അപ്പൊ പുസ്തകം അല്ലാത്ത കുറെ ഉണ്ട്. അത് നമ്മുടെ അത് പറഞ്ഞില്ല, പഴയത് ഇത്ര പേരൊക്കെ എഴുതിയിട്ടുണ്ട്. എത്രയോ അവര് എഴുതിയതിന് കയ്യും കണക്കൊന്നുമില്ല പഠനത്തിന്. ഇപ്പൊ വക്കം അബ്ദുൽ ഖാദറിന്റെ ഇപ്പൊ ഇങ്ങനെ ആ കുടുംബം തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വക്കം മൗലവിന്റെ 4ാമത്തെ മകനാണല്ലോ വക്കം അബ്ദുൽ ഖാദർ. ഇസ്ലാമിലെ ചിന്താ പ്രസ്ഥാനം മലയാള സാഹിത്യകാരന്മാർക്ക് എൻ വി കൃഷ്ണവാര്യർക്കും ഒക്കെ പറയുന്ന വെസ്റ്റേൺ സാഹിത്യം എന്താണെന്ന് ഞങ്ങളെ മലയാളികളെ പഠിപ്പിച്ച് വക്കം അബ്ദുൽ ഖാദറാണ്. വക്കം അബ്ദുൽ ഖാദറും എസ് കെ പൊറ്റക്കാടും തമ്മിൽ എണ്ണപിരിയാത്ത സുഹൃത്തുക്കളാണ്. അതിൽ അദ്ദേഹത്തിന്റെ വഴിയമ്പലങ്ങൾ എന്ന് പറയുന്ന പുസ്തകം തന്നെ വക്കം അബ്ദുൽ ഖാദറായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ചാണ് നല്ലോണം പറയുന്നുണ്ട്. അതുപോലെ പക്ഷേ ഇപ്പം മുസ്ലിം ഇപ്പം പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം എഴുത്തിൻ്റെ ഒരു പാരമ്പര്യം പൈതൃകമൊക്കെ നമ്മൾ പറയുമ്പം പിന്നെ ഈ വൈജ്ഞാനിക സാഹിത്യം ഒരു പുഷ്കലമായി നിൽക്കുമ്പോഴും നമ്മുടെ ഒരു സർഗ സാഹിത്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് പുതിയ തലമുറ പിന്നിലാണോ, അങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ടാവും. നമ്മൾ വേണ്ടത്ര പ്രാധാന്യം മുസ്ലിം സംഘടനകളുടെ പ്രസിദ്ധീകരണങ്ങൾ നൽകുന്നില്ല എന്നുള്ള നിലക്കുള്ളൊരു പരാമർശം അതുണ്ട്. അത് ഈ ആദ്യകാലത്തൊക്കെയുള്ള മുസ്ലിം പ്രസിദ്ധീകരണങ്ങൾ ചെറുകഥയ്ക്കും ഒക്കെ നല്ല പ്രാധാന്യം കൊടുത്തിരുന്നു. കവിത, ചെറുകഥ, തങ്കമാലക്കിന്റെ ചെറുകഥകൾ ഒക്കെ മുസ്ലിം പ്രസിദ്ധീകരണങ്ങളിൽ വന്നതാണല്ലോ. അതുപോലെ കവിതകൾ കണ്ടമാനം വന്നിരുന്നു. പിന്നെ പകുതിയിലധികവും ചെറുകഥകൾക്കൊക്കെ സർഗാത്മക സാഹിത്യത്തിന് കൊടുത്തു. പക്ഷെ ഇപ്പം പുതിയ തലമുറ അങ്ങോട്ട് വന്നപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എന്താ സലഫിസത്തിൻ്റെ ഒക്കെ ഒരു ഇതാണോന്ന് പറഞ്ഞു. ഒന്നും വേണ്ട നമുക്ക്. അതൊക്കെ വേറെ, നമുക്കിത് മതപരമായ കാര്യങ്ങൾ ഈ ചെയ്യാൻ ഉപയോഗിക്കാം. പക്ഷേ നവോത്ഥാന രംഗത്ത് ഒരു 100 പുസ്തകത്തിനേക്കാളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടാവും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എൻ്റെ ഉപ്പപ്പാക്കൻ ആനുണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള കൃതികൾ, തേന്മാവും ഒക്കെ അതുപോലുള്ള പലതും ഉണ്ടാകും. അപ്പോൾ അതിന് തീരെ പങ്കില്ല എന്നൊന്നും പറയുന്നതിൽ അർത്ഥമല്ല, അത് നല്ലൊരു പങ്കുണ്ട്. പക്ഷെ അതും അവർക്ക് ഒരു പരിഗണനയും നമ്മൾ സർഗാത്മക രംഗത്തുള്ളവർ നമുക്ക് ഒരു പരിഗണനയും നമുക്ക് അവർക്ക് കൊടുക്കാത്തത് കൊണ്ട് ആ രംഗത്തുള്ളവർ പലരും അങ്ങോട്ട് ഒഴിഞ്ഞൊഴിഞ്ഞ് ഒരു വേറെ വഴിക്ക് പോവാണ്. ഇപ്പൊ പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ എന്താണ് മതപണ്ഡിതന്മാരൊന്നും ഇപ്പം അങ്ങനത്തെ പുസ്തകങ്ങൾ എഴുതുന്നുണ്ടല്ലോ. പണ്ട് കാലത്ത് നമ്മുടെ കെ ജമാലുദ്ദീൻ മൗലവി, അതുപോലെ തന്നെ അൽ ഫാറൂഖിന്റെ PM സാദിഖ് മൗലവി എത്ര ചെറുകഥകൾ എഴുതിയിട്ടുണ്ടെന്ന് അറിയാം. അങ്ങനെ അതുപോലെ തന്നെ മൂസാവാണിമേല് ചെറുകഥകളുണ്ട്, മാപ്പിളപ്പാട്ടുകളുണ്ട്, കവിതകളുണ്ട്. അപ്പൊ അത് കളക്ട് ചെയ്ത് പുസ്തകമായി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അത്രയും ആൾക്കാർ ഇപ്പോഴില്ല. ഇപ്പോഴും നമുക്ക് വളരെ കുറച്ച് ആ രംഗത്തുള്ളവർ ഷൈൻ ഷൗക്കത്ത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് ആർക്കും നമ്മൾ വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല. ഇപ്പം ഇവരൊക്കെ തന്നെ ഷൈൻ ഷൗക്കത്തൊക്കെ തന്നെ ഒരു നല്ല നാക്ക് നീളമുള്ള ഒരാൾക്ക് തല ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ ഓനൊരു നാക്ക് അരമണിക്കൂർ ഒരു കുത്ത് പറഞ്ഞാൽ ഓന് 3000-4000 റുപ്യ കൊടുക്കും. അതേ സമയത്ത് നമ്മൾ ഒരാഴ്ച റെഫർ ചെയ്തൊരു മെമ്പർമ കയറി നമ്മളൊരു ലേഖനം എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 500 റുപ്യ അല്ലെ 750 റുപ്യ. അതൊറ്റ തവണ എഴുതാനും പറ്റുള്ളൂ. അത് ഇതെന്താ ഒരു വാർപ്പിന് ഇങ്ങനെ തൂങ്ങി പിടിച്ചു കൊടുക്കുന്നവന് 1000 റുപ്യ 900 റുപ്യ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു ലേഖനം എഴുതിക്കുകയാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ മുസ്ലിം പ്രസിദ്ധീകരണങ്ങൾ തരുന്നത് 950 റുപ്യ. പിന്നെ എങ്ങനെ ആൾ ഈ രംഗത്തേക്ക് വരാന്നാ ചോദിക്കുന്നത്. വേണ്ടത്ര എന്നല്ല, തീരെ പരിഗണിക്കുന്നില്ല. ഈ പ്രസംഗിക്കുന്നവന് കണ്ടമാനം മോന് പൈസയും കൊടുക്കും, കാറ് കൊടുക്കും, ബാക്കിയുള്ളത് കൊടുക്കും, ഒക്കെ കൊടുക്കാൻ കൗമ തയ്യാറാണ്. അപ്പം അവരെന്താക്കുകയും ചെയ്യും, അവർ പ്രത്യേക കോക്കസുകൾ നിർമ്മിച്ചിട്ട് അവർ പിന്നീട് അവരാണ് ഈ സംഘടനകളുടെ ഭിന്നിപ്പിൻ്റെ ഒക്കെ മറ്റൊരു തുടക്കക്കാരെന്നാണ് കാഴ്ചപ്പാട്. ഏതായാലും വലിയ സന്തോഷമുണ്ട്. കാരണം മാഷി 72ാം വയസ്സിലും ഇപ്പോഴും ഒരു പിന്നെ അന്ന് തുടങ്ങിയ 16-17 വയസ്സുകളിൽ തുടങ്ങിയ അന്വേഷണ തൃഷ്ണ, വാഞ്ച അതൊരിക്കലും കെടാതെ തന്നെ ആളിക്കത്തിക്കാനുള്ള ഒരു ശ്രമവും അതിനുള്ള പിന്നെ പശ്ചാത്തലമൊക്കെ ഇപ്പോഴും സജീവമാണ്. നമുക്ക് തീർച്ചയായും കൂടുതൽ ഈ മേഖലയിൽ മാഷ്ക്ക് സേവനങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവസാനമായി മാഷോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ
ഏറ്റവും റീസെൻ്റായിട്ട് മാഷ് എന്താണ് ഇനി ഒരു പുസ്തകമോ, ഒരുപാട് രചനകൾ വന്നു, പുതിയ ഏതെങ്കിലും പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ കണ്ടെത്തലുകൾക്ക് പിറകെയുള്ള യാത്രയിലാണോ എന്നുകൂടി അറിഞ്ഞതിന് ശേഷം നമുക്കിത് ചർച്ച, നമ്മുടെ സംഭാഷണം നടത്താമെന്ന് തോന്നുന്നു. അത് ഞാനും പറഞ്ഞില്ല, എനിക്കൊരു കേരള മുസ്ലിം സാംസ്കാരിക ചരിത്രം, സാംസ്കാരിക പഠനങ്ങൾ നടന്നത് ഒരു 5-8 ഭാഗങ്ങളിൽ എൻ്റെ മനസ്സിലുള്ള അതാണ്. അതിനുള്ള എല്ലാ രേഖകളും കയ്യിലുണ്ട്. അതൊന്ന് ഇരുന്നു എഴുതണം. അതിൻ്റെ പുറമെ ഞാൻ മിഷ്കാത്ത് പരിഭാഷപ്പെടുത്തി വെച്ചിരുന്നു. അതുപോലെ 20-ാം നൂറ്റാണ്ടിലുള്ള 100 മുസ്ലിം പ്രതിഭകളെ, അതിൽ 60 ആളെക്കുറിച്ച് എഴുതിയിട്ട് 6-7 വർഷമായി. മിഷ്കാത്ത് ഹദീസ് പരിഭാഷപ്പെടുത്തി പകുതി 3000 ഹദീസ് ചെയ്തു വെച്ചിട്ട് 5-8 കൊല്ലമായി. അത് പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോഴാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ അൽ-മുർഷിദ്, അറബിമലയാള അൽ-മുർഷിദ് കേരള ജമിയത്തുലമയുടെ ആദ്യത്തെ മുഖപത്രമാണ്, ഔദ്യോഗിക പത്രമാണ്. അത് അറബിമലയാളത്തിലായതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് വായിക്കാനോ അങ്ങനെ കാണുന്നില്ല, അതിന് കിട്ടാനുമില്ല. അപ്പോൾ അതൊരു മലയാളത്തിലാക്കിയാൽ എന്താണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ 3 ഭാഗം ഇപ്പോൾ മലയാളത്തിലാക്കിയിട്ടുമുണ്ട്. അതിപ്പോൾ ലേ ഔട്ട് ചെയ്താൽ പ്രസിദ്ധീകരിക്കാമാവുന്നതേ ഉള്ളൂ. കാര്യങ്ങൾ തയ്യാറാവണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ സാംസ്കാരിക പഠനങ്ങൾ ഏകദേശം എത്ര വള്ളിയാണ് മാഷ്? 6 വള്ളിയാണ് ഉദ്ദേശിക്കണേ? ഒരു 5-8 വള്ളിയിട്ടുണ്ടാവും. ഏകദേശം സംപൂർണ്ണമായിട്ട് തന്നെ ഉണ്ടാവും. അതിലിപ്പോൾ ഞാൻ പറഞ്ഞു, ഒരുപാട് കേരള മുസ്ലിം ചരിത്രമാവും, അടുത്തത് അറബി മലയാള സാഹിത്യ ചരിത്രം, പിന്നെ കേരളീയരുടെ അറബി സാഹിത്യ ചരിത്രം ഉണ്ടാവും, പിന്നെ മറ്റൊന്ന് കേരളീയ പിന്നെ വാദങ്ങൾ പ്രതിവാദങ്ങൾ എന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് കേരളത്തിൽ 10-32 ഈ സുന്നി മുജാഹിദ് പ്രതിവാദം അല്ലാത്ത വലിയ കൊണ്ടോട്ടി കൈത്തർക്കം, ലാ മൗജൂദുള്ള തർക്കം, അല്ലാ അല്ലാ തർക്കം, കോഴിക്കോട്ട് മുട്ടും പുളിയും തർക്കം, അതാണ് ചെറിയ ആളും വലിയ ആളുണ്ട്, ഇങ്ങനെ തർക്കങ്ങളുണ്ട്. പിന്നെ മറ്റൊന്നും നമ്മുടെ മുസ്ലിം പ്രസിദ്ധീകരണങ്ങൾ, കേരള മുസ്ലിം പ്രസിദ്ധീകരണങ്ങളെ കുറിച്ച് ഒരു വാല്യം തന്നെ ചെയ്യാനുണ്ടാവും. പിന്നെ ഒരു 2-3 വാല്യത്തിൽ കേരളത്തിലെ മുസ്ലിം പ്രതിഭകളെ കുറിച്ച്, അത് കക്ഷിത്തല്ലാതെ, നമ്മളിപ്പോൾ മുജാഹിദ് എഴുതുന്നത് മുജാഹിദിൻ്റെ ആൾക്കാർ, സുന്നികൾ എഴുതുന്നത് സുന്നികളുടെ ആൾക്കാർ മാത്രം. ഇതിൽ രണ്ടിലും ഉണ്ടാവില്ല. നമ്മുടെ സർഗസാഹിത്യ രംഗത്തുള്ളവരോ മറ്റുള്ളവരോ ഇതിൽ ഒന്നിലും ഉണ്ടാവില്ല. അല്ലെ രാഷ്ട്രീയ രംഗത്തുള്ളവരും ഉണ്ടാവില്ല. കോൺഗ്രസ്സുകാരനായാലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ പ്രതിഭകളെയും, കേരള മുസ്ലിം പ്രതിഭകളെ ഒരു 2-3 വാല്യത്തിലാക്കിയിട്ട് അതിങ്ങനെ 5-8 വാല്യമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും വലിയ സന്തോഷം. ഇങ്ങനെ ഒരുപാട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലും അതിൻ്റെ മുന്നൊരുക്കങ്ങളിലും പണിപ്പുരയിലാണ് മാഷുള്ളത്. തീർച്ചയായും അതൊക്കെ പൂർത്തീകരിക്കാനും വരുന്ന നമ്മുടെ ഒരു തലമുറക്ക്, പ്രത്യേകിച്ച് ഈ ഒരു വലിയ സോഴ്സാണല്ലോ ഈ അറിവ്, ഈ പുസ്തകം, ഗ്രന്ഥം എന്നൊക്കെ പറയുമ്പം അത് നിലക്കാത്ത ഒരു അക്ഷയ ഖനിയാണ്. അത് അതിൻ്റേതായ അർത്ഥത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ മാഷ്ക്ക് ആയുരാരോഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ, പ്രാസംഗികന്മാരെ കുറിച്ച് പറഞ്ഞ പോലെ, ഈ പണിയെടുക്കുന്നവർ പണിയെടുക്കാന്നല്ല, സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു പരിഗണന ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും മാഷ് ആ പരിഭവം പറയുന്നത്, ഈ രംഗത്ത്, ഈ മേഖലയിൽ നമ്മൾ ഇനിയും ഇതുപോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും, ഇപ്പോൾ ഒരു അമൂല്യമായ രചന പക്ഷേ നമ്മളെ ലൈബ്രറികളുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ വീടുകളിൽ, നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് ലൈബ്രറികളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാനും അങ്ങനെ സഹായിക്കാനുമൊക്കെ നമ്മളെല്ലാവരും മനസ്സ് വെക്കണം എന്നും കൂടി അറിയിക്കുകയാണ്. ഇത്രയും നേരം ഒരുപാട് തിരക്കിനിടയിലും നമ്മോട് വിലപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സംബന്ധിച്ച തീർന്നിട്ടില്ല. ഇനിയും മറ്റൊരിക്കൽ നമുക്ക് തുടരാവുന്നതാണ്. മാഷിന് പ്രത്യേകം റീകാസ്റ്റ് മീഡിയയുടെ പ്രത്യേക നന്ദി പറയുകയാണ് മാഷെ. ഓക്കെ, സന്തോഷം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.